നമസ്കാരം. വിമാനയാത്രയിൽ യാത്രക്കാരും വിമാന ജീവനക്കാരുമൊക്കെ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. അക്കാര്യത്തിൽ എല്ലാ വിമാന കമ്പനികളും കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുമുള്ളത്. പക്ഷേ ഈയിടെയായി നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, പല വിമാനയാത്രക്കാരും വിമാനത്തിനുള്ളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ്. തമ്മിൽ തല്ലുന്നതും വിമാന ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുമൊക്കെ തന്നെ നിരന്തരമായി ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. വിമാനം പറക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരാക്രമങ്ങളൊന്നും തന്നെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് കർശനമായ നിയന്ത്രണങ്ങളുള്ള ഒന്നാണ് വിമാനയാത്രകൾ. ഈയിടെ വിമാനത്തിനുള്ളിൽ വല്ലാതെ യാത്രക്കാരെ ആക്രമിച്ച ഒരു സ്ത്രീയെ ഒടുവിൽ സഹയാത്രക്കാർ സീറ്റിൽ കെട്ടിയിട്ട വാർത്ത പോലും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതിലും വിചിത്രമായ ഒരു കാര്യമാണ്. UK സംഭവം നടന്നത്. ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ നിന്ന് ടെനറൈഫിലേക്ക് പോവുകയായിരുന്ന ഒരു വിമാനത്തിൽ, അതായത് അത് EasyJet എയർലൈൻസിൻ്റെ വിമാനമായിരുന്നു. ഈ വിമാനത്തിനുള്ളിൽ ഒരു യാത്രക്കാരൻ ആ വിമാനത്തിൻ്റെ ഇടനാഴിയിൽ മൂത്രമൊഴിക്കുകയായിരുന്നു. ഒരു കാരണവശാലും അതൊന്നും അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ യാത്രക്കാരൻ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കടുങ്കൈ ചെയ്തത് എന്ന് ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും വിമാനം പറക്കുന്ന വേളയിൽ ഇയാളുടെ ഈ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ വിമാനത്തിലെ ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിനെ വിവരം അറിയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരാൾ വളരെ അക്രമാസക്തമായ രീതിയിൽ ഇവിടെ പെരുമാറുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോലീസിനെയും മെഡിക്കൽ സംഘത്തെയും ഒക്കെ അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്ന് മാത്രമല്ല, വിമാനത്തിന് അടിയന്തരമായി തന്നെ ഇറങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിയിരുന്നു. അങ്ങനെ വിമാനം ലാൻഡ് ചെയ്തു. തുടർന്ന് പോലീസും മെഡിക്കൽ സംഘമൊക്കെ സ്ഥലത്തെത്തി അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ആരാണെന്നും എന്ത് സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഒരു സ്പാനിഷ് പത്രമാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാർ ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു എന്നുള്ളതല്ലാതെ ശരിക്കും എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഇയാൾ ഒരു പക്ഷേ മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചിട്ടോ മറ്റാണോ വിമാനത്തിനുള്ളിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് എന്നറിയില്ല. അതോ മറ്റേതെങ്കിലും സഹയാത്രികരുമായി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ഇയാൾ ഈ പ്രതിഷേധ സൂചകമായ വിമാനത്തിനുള്ളിൽ തന്നെ മൂത്രമൊഴിച്ചത് എന്നുള്ളതും വ്യക്തമല്ല. ഏതായാലും ആ വിമാന കമ്പനി ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാൻ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിനെ ലംഘിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരു കാരണവശാലും അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും ഇപ്പോൾ ഈ വിമാന കമ്പനി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ബ്രിട്ടൻ പോലെയൊക്കെയുള്ള വളരെ കർശനമായ അച്ചടക്കമുള്ള ഒരു ജനതയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഓരോ മനുഷ്യരും കാട്ടിക്കൂട്ടുന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഏത് രാജ്യക്കാരനാണെന്നോ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയതെന്നോ ഉള്ള കാര്യം ഇനിയും വ്യക്തമല്ല. എങ്കിൽ പോലും വിമാന യാത്രക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മാത്രമല്ല, പലപ്പോഴും ഇത് ഭീതി പരത്തുന്ന അന്തരീക്ഷത്തിലേക്ക് പോലും എത്തും എന്നുള്ളതാണ് വാസ്തവം.